യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആരാ ഇത്? കൊച്ചെന്താ തിരിച്ചു പോവാണോ? അല്ല, വീട്ടിലാരും ഇല്ലേ? ഉണ്ട് ഭാനുമ്മേ, അനുചേച്ചിയും സത്യൻ സാറുണ്ട്. പിന്നെന്തു പറ്റി? ഇന്ന് നിന്റെ വകയായിരിക്കും പാചകമെന്ന് കരുതിയാ ഞാൻ നേരത്തെ വന്നു. നീ വീട്ടിൽ കാണുമെന്നാണല്ലോ അനുപമ പറഞ്ഞത്. അതെ, പക്ഷെ പെട്ടെന്ന് തീരുമാനം മാറ്റി. സത്യൻ സാർ എന്നോട് ഓഫീസിലെ ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? അല്ല, ഇന്ന് ഓഫീസ് അവധിയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ ജോലി? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. കൊച്ചെന്റെ ഒപ്പം വാ. അയ്യോ വേണ്ട ഭാനുമ്മേ, ഇനി ഒന്നും ചോദിക്കണ്ട. എനിക്കിനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരാനും പറ്റില്ല. ഈശ്വര, എന്താ ഇത്? എന്താ മോളെ ഉണ്ടായത്? എന്തിനാ നീ കരയുന്നേ? എന്തൊക്കെയാണെന്ന് പ്രതീക്ഷിച്ചു, അങ്ങനെയൊന്നും അല്ലെന്ന് മനസ്സിലായി. ഇനി നിൽക്കുന്നില്ല ഭാനുമ്മ, പോവാ. മോളെ, നാളെ ശരിയായി കൊണ്ടുവരണം കേട്ടോ. ഇത് നോക്കിയിട്ട് രാവിലെ 11 മണിക്ക് മുമ്പ് തോമസ് സാറിനെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു. അയ്യോ, രാവിലെയോ? അതെ. എന്തു പറ്റി ചിലങ്കെ? അല്ല, നാളെ 11 മണിക്ക് നോക്കിയിട്ട് കൊടുക്കാൻ സാർ ഒരു ഫയല് കലേശൻ ചേട്ടന്റെ കയ്യിൽ കൊടുത്തയച്ചു. അതിനെന്താ, 1 മണിക്കൂർ പോരെ അത് നോക്കാൻ? രാവിലെ നോക്കിയ പോരെ? അത് നാളെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസം. ഞാനത് സാറിനോട് പറഞ്ഞതാ. രാവിലെ 1 മണിക്കൂർ പെർമിഷനും ചോദിച്ചതാ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ആ ഫയലിങ്ങതാ, ഞാൻ നോക്കിയിട്ട് കൊടുക്കാം. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാ മതി. അപ്പോ സാറിനോട് എന്തു പറയും? സാറിനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇതിപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. അതെ, എന്തെങ്കിലും ടെൻഷന്റെ ഇടയിൽ സാറ് മറന്നുപോയതായിരിക്കും. ആയിരിക്കും അല്ലേ? ചിലങ്ക ആ ഫയലിങ്ങതാ. ഇനി സമാധാനായിട്ട് വീട്ടിൽ പോയിക്കോ. താങ്ക്സ് നീതു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ശബരി, രഘുവേട്ടനോ? കേറി വാ, ഇരിക്കെ. എന്തൊക്കെയുണ്ട് രഘു വിശേഷം? കമ്പനിയൊക്കെ നന്നായി പോകുന്നോ? കുഴപ്പമില്ലാതെ പോകുന്നു. ശബരി, എനിക്കൊരു ആശയക്കുഴപ്പം. അതൊന്ന് ശബരിയോട് സംസാരിച്ച് തീരുമാനിക്കാന്ന് കരുതി. എന്താ രഘുവേട്ട? ഏജന്റ് കൊണ്ടുവന്ന ഒരു ഫോറിൻ ഓർഡറിന്റെ കാര്യമാ. ഓഹോ, അയാള് രഘുവേട്ടന്റെ അടുത്തേക്ക് വന്നോ? ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടതാ. എന്നാലും അവരുടെ മാർജിൻ കേട്ടപ്പോ നമ്മളിപ്പോ കൊടുക്കുന്നതിന്റെ 4 ഇരട്ടി കൂടുതലല്ലേ? അത് ശരിയാ, പക്ഷെ നമ്മൾ എന്ത് വിശ്വസിച്ചാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? അവര് മെറ്റീരിയലും തരില്ല, അഡ്വാൻസും തരില്ല. ആ റിസ്ക് നമ്മൾ എടുക്കണം, അത്രയും ഫണ്ടും ഉണ്ടാക്കണം. അതാ ഞാനത് ഒഴിവാക്കിയത്. എനിക്ക് അതെടുത്താ കൊള്ളാന്നുണ്ടായിരുന്നു, പക്ഷേ ശബരി ഇങ്ങനെ പറയുമ്പോ. ഞാൻ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ. പക്ഷെ രഘുവേട്ടന്റെ യുക്തിക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാം. ഇത്തരം തീരുമാനമാണ് ജീവിതത്തിന്റെ വഴിത്തിരിവുകളാവുന്നത്. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കില്ല. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. രഘുവേട്ടൻ ശരിക്കും ഒന്നുകൂടി ആലോചിക്കുക. മനസ്സിന് ശരിയെന്നും നല്ലതെന്നും തോന്നുന്നത് ചെയ്യുക. ശരി ശബരി, ഞാൻ നടക്കട്ടെ. ഓക്കെ രഘുവേട്ട, എന്ത് തീരുമാനമെടുത്താലും അത് നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രഘു,
നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ആ ഏജന്റ് ശബരിയെ കാണാൻ വന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം വിശദമായി കേട്ടതാ. ഇതൊരു നല്ല അവസരം. ശബരിക്ക് അതിനുള്ള ബുദ്ധിയുമില്ല, യോഗവും ഇല്ല. അങ്ങനെ പറയരുത്. ശബരിയുടെ ഇത്രയും വർഷത്തെ പരിചയത്തില് എന്ത് തീരുമാനം എപ്പോ എടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശബരി പറയുന്നത് ശരിയായിരിക്കും. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ജോലി ചെയ്ത പരിചയത്തിലെ പ്രായമായവരൊക്കെ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ കമ്പനികളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുമായിരുന്നു രഘു. ഇതൊക്കെ ഒരു യോഗ. വന്നു കയറുന്ന മഹാലക്ഷ്മിക്ക് നേരെ പുറം തിരിഞ്ഞ് നിൽക്കരുത്. കിട്ടുന്ന അവസരം കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും ഉപയോഗിച്ച വലിയ വിജയം ഉറപ്പായിട്ടും കിട്ടും. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്ങനെ തനിച്ചിരിക്കുന്ന? കൂടെ ഇരിക്കാൻ ആരെങ്കിലും വേണ്ടേ? അച്ഛനെവിടെ ഇല്ലേ? അച്ഛനെവിടെ പോയി? നാളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോണം. രാവിലെ നേരത്തെ ഇറങ്ങണം. ആവശ്യം പറഞ്ഞപ്പോ 1 മണിക്കൂർ മാനേജർ പെർമിഷൻ തന്നിട്ടുണ്ട്. അത് കൃത്യമായി പാലിച്ചാലേ ഇനിയൊരാവശ്യത്തിന് അദ്ദേഹത്തോട് പെർമിഷൻ ചോദിക്കാൻ പറ്റൂ. ഞാൻ ചായ ഉണ്ടാക്കട്ടെ? അച്ഛനെവിടെ ഇല്ലാത്തതുകൊണ്ടൊന്നും കുടിച്ചു കാണില്ലല്ലോ. സോറി. സോറിയോ? എന്നോടോ? എന്തിന്? ഓഫീസ് ഫയലിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പേപ്പർ നിങ്ങളായിരിക്കും മാറ്റിയതെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ അത് നിങ്ങളല്ല ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അത് ഓഫീസിൽ വെച്ച് തന്നെ സംഭവിച്ചൊരു പിഴവായിരുന്നു. ചില സത്യങ്ങൾ തെളിയും, ചിലത് തെളിയാതെ പോവും. എന്റെ കാര്യങ്ങൾ പലതും അങ്ങനെയാ. നല്ലത് ചെയ്താലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ജന്മമായി പോയി എന്റേത്. ഒരു തെറ്റിദ്ധാരണയൊക്കെ ആർക്ക് സംഭവിക്കാം. ഇതങ്ങനെ കരുതിയാൽ മതി. ഞാൻ സോറി പറഞ്ഞല്ലോ. അല്ല, മോള് വന്നോ? ഞാൻ വിചാരിച്ചു. ഡോക്ടർ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്ന നാളെ. ആ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ചായ എടുക്കാം. ശരി. അച്ഛനിവിടെ വന്നേ. വാ. എന്താടാ ഇവിടെ വന്നിരിക്കും. എന്താ കാര്യം? ഇപ്പൊ എങ്ങനെയുണ്ട്? വിനയന്റെ ഒറ്റ ഡോസിൽ മരുമോള് വീണത് കണ്ട? അച്ഛനത് വീര്യം ചോരാതെ അവളിലേക്ക് എത്തിച്ചത് ഗുണമായി. നീ എന്തൊക്കെയാടേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരുമകള് തോറ്റതിൽ വിഷമമുണ്ട് അല്ലേ? സാരമില്ല. ഞാൻ ഡിവോഴ്സിന് വേണ്ടി അഡ്വക്കേറ്റിനെ നോക്കുന്ന കാര്യം പറഞ്ഞറിയിച്ച് അവളെ തിരിച്ചെത്തിച്ചില്ലേ? അതിന് ഞാൻ അച്ഛനൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കും. ഓ, അപ്പൊ അത് ശരി. ഇപ്പൊ ഇതിനാണോ നീ ചിരിച്ചത്? അതെ. അവളെ വരച്ച വരയിൽ കൊണ്ടുവരാൻ ഇതുപോലെ പല ആയുധങ്ങളും വിനയുടെ കയ്യിലുണ്ട്. ആദ്യം സ്വയം നിവർന്നു നിൽക്കാനുള്ള ഈ ആയുധം കൈവിടാൻ നോക്ക്. അല്ല, നീ എന്താണ് വിചാരിച്ചേ? ചീരു തിരിച്ചു വന്നത് നീ അവളെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെന്നാണോ? അതിന് നീ അങ്ങനെ ഒരു ഓലപ്പാമ്പുമായിട്ട് ഇറങ്ങിയ കാര്യം ഞാൻ ഇതുവരെ ചീരുവിനെ അറിയിച്ചിട്ടില്ലല്ലോ മോനെ.